പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴുണ്ടാവുന്ന ആറ്റങ്ങളുടെ കോമ്പിനേഷൻ ഉണ്ടല്ലേ, ആ കെമിക്കൽ കോമ്പിനേഷനുമായി ബന്ധപ്പെട്ടുള്ള ലോകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് 5 ലോകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് നോക്കാം. ഒന്നാമത്തെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. രണ്ടാമത്തത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. മൂന്നാമത്തത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. നാലാമത്തത് ഗേലുസാഗ്സ് ലോ ഓഫ് ഗിയേഷ്യസ് വോളിയം. അഞ്ചാമത്തത് അവഗാഡ്രോസ് ലോ. ഇങ്ങനെ 5 ലോകളാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കൂ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അന്റോണിയോസ് ലാവോസിയർ, ഫാദർ ഓഫ് കെമിസ്ട്രി എന്നറിയപ്പെടുന്ന ലാവോസിയർ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നുള്ള ലോ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ലോ എന്താ പറയുന്നത്? ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോൾ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റന്റ് കൺസ്യൂംഡ് എന്ന് പറഞ്ഞാൽ റിയാക്റ്റന്റിന്റെ മാസ് എത്രയാണോ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. അല്ലെ, ഇത് വേറെ വിധത്തിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മാസ് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ അകത്ത് മാസിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റുകയില്ല. റിയാക്റ്റന്റിന്റെ മാസ് എത്രയാണോ ഉള്ളത് അത്ര തന്നെ എന്തായിട്ട് മാറും? പ്രൊഡക്റ്റ് ആയി മാറും എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 12 ഗ്രാം ഓഫ് കാർബൺ 32 ഗ്രാം ഓഫ് ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 12 + 32 എത്രയുണ്ട്? 44 ഗ്രാം ഉണ്ട്. അപ്പം കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി കഴിഞ്ഞാൽ എത്ര മാസ് ഉണ്ടാവും? 44 ഗ്രാം തന്നെ ഉണ്ടാവും. അതാണ് ആര് പറയുന്നത്? ലാവോസിയർ പറയുന്നത്. ഇപ്പൊ 2 ഗ്രാം ഓഫ് ഹൈഡ്രജൻ 16 ഗ്രാം ഓക്സിജനുമായി റിയാക്ട് ചെയ്യുന്നു. അതാണ് H2 + ½ O2 gives H2O, വാട്ടർ ഉണ്ടാവും. അപ്പം 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാം ഓക്സിജനും കൂടി ചേർന്ന് അത്ര 2 ഉം 16 എത്രയാണ്? 18 ഗ്രാം ഉണ്ട്. 18 ഗ്രാം ഫോം ചെയ്യും. അപ്പം എന്താണ് പറയുന്നത്? ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. റിയാക്റ്റന്റിന്റെ മാസ് എത്രയാണോ അത്ര തന്നെയാണ് ആരുടെ മാസം ഉണ്ടാകുക? പ്രൊഡക്റ്റിന്റെ മാസം ഉണ്ടാവുക. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആരാണ് കൊണ്ടുവന്നത്? ലാവോസിയർ ആണ്. ഓർത്ത് നോക്കുക, ഫാദർ ഓഫ് കെമിസ്ട്രി. ഇപ്പോൾ നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിനെ പറ്റി പറഞ്ഞു. അപ്പം നോക്കൂ, കാർബൺ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. ഷോ ദാറ്റ് ദീസ് ഡേറ്റാസ് ഒബേ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. നമ്മൾ ആ പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എഴുതിയിട്ടുണ്ടല്ലോ, കാർബൺ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം നോക്കൂ, ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റന്റ് ഈക്വൽ ടു എത്രയാണ്? റിയാക്റ്റന്റ് മാസ് 12 ഉം 32 എത്രയാണ്? 44 ഗ്രാം. ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് ഈക്വൽ എത്രയാണ് വരിക? അവിടെ കൊടുത്തിട്ടുണ്ട് എത്രയാണ്? 44 ഗ്രാം. അപ്പം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ശരിയല്ലേ? അപ്പോൾ ഇതാണ് ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റന്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. എന്താണ് ക്വസ്റ്റ്യൻ? വാട്ട് വെയിറ്റ് ഓഫ് NaCl ഈസ് decomposed by 4.9 gram of H2SO4 if 6 gram of sodium bisulfate and 1.825 gram of HCl are produced in the same reaction. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ആരുമായി റിയാക്ട് ചെയ്യുകയാണ്? H2SO4മായി. ഇപ്പം എന്താ വരിക? നമുക്ക് നോക്കാം. NaCl plus H2SO4 gives NaHSO4 plus
HCl. ഇതാണ് റിയാക്ഷൻ. ഒന്ന് നോക്കൂ, വാട്ട് വെയിറ്റ് ഓഫ് NaCl? NaCl വെയിറ്റ് നമുക്കറിയില്ല, x ഗ്രാം. H2SO4 എത്രയാണ്? 4.9 ഗ്രാം. സോഡിയം ബൈസൾഫേറ്റ് എത്രയാണ്? സോഡിയം ബൈസൾഫേറ്റ് 6 ഗ്രാം ആണ്. എത്രയാണ്? 6 ഗ്രാം. HCl എത്രയാണ്? 1.825 ഗ്രാം. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ്, ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ് ഈക്വൽ ടു x പ്ലസ് 4.9 ഗ്രാം. ശരിയാണല്ലോ. ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് എത്രയാണ് വരിക? ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് ഈക്വൽ ടു എത്രയാണ്? 6 പ്ലസ് 1.825 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 7.825 ഗ്രാം കിട്ടും. അപ്പൊ നമുക്കറിയാം, നമുക്ക് NaClന്റെ വാട്ട് വെയിറ്റ് ഓഫ് NaClന്റെ വെയിറ്റിലെ കാണേണ്ടത്. ഇത് കാണാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യാം? ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാസ് ഓഫ് റിയാക്ടന്റ്. അപ്പൊ എന്താ വരിക നോക്കൂ, x പ്ലസ് 4.9 ഈക്വൽ ടു 7.825 ഗ്രാം ആണ് വരിക. അപ്പം x എത്രയാണ് വരിക? x ഈക്വൽ ടു 7 മൈനസ് 8.25 മൈനസ് 4.9 ഈക്വൽ ടു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടുക? 2.925 ഗ്രാം കിട്ടും. എത്രയാണ്? 2.925 ഗ്രാം. അപ്പം 4.9 ഗ്രാം ഓഫ് H2SO4മായി റിയാക്ട് ചെയ്യാൻ എത്ര വേണം? 2.9 ഗ്രാം ഓഫ് NaCl വേണം. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. രണ്ടാമത്തെ ലോ ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ഓർ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നമ്മളൊരു കോമ്പൗണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ്, ഇതൊക്കെ കോമ്പൗണ്ടുകളാണ്. ഈ സോഡിയം ക്ലോറൈഡ് നമ്മൾ എവിടുന്ന് എടുത്താലും, ഇപ്പോൾ സോഡിയം ക്ലോറിനും റിയാക്ട് ചെയ്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ടായിക്കഴിഞ്ഞാലും അത് NaCl ആണ്. നമ്മൾ കടൽ ജലത്തിൽ നിന്ന് നമുക്ക് എടുക്കാം, ഇവാപറേഷൻ നടത്തി NaCl കിട്ടും. അപ്പോൾ അല്ലെങ്കിൽ എന്താണ്, സോഡിയം ഹൈഡ്രോക്സൈഡും HClഉം കൂടെ റിയാക്ട് ചെയ്യുന്നു. NaOH പ്ലസ് HCl എന്ത് ഫോം ചെയ്യും? NaCl പ്ലസ് H2O ഫോം ചെയ്യും. ഇങ്ങനെ മൂന്ന് വിധത്തിൽ ആരുണ്ടാക്കാം? NaCl ഉണ്ടാക്കാം. അങ്ങനെ NaCl ഉണ്ടായിക്കഴിഞ്ഞാൽ NaClന്റെ അകത്ത് ഒരു സോഡിയവും എത്ര ക്ലോറിനേ ഉള്ളൂ? ഒരു ക്ലോറിനും ഉള്ളൂ. സോഡിയത്തിന്റെ അറ്റോമിക് മാസ് എത്രയാണ്? 23 ആണ്. ക്ലോറിന്റെ എത്രയാണ്? 35.5 ആണ്. അപ്പൊ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ജോസഫ് പ്രെസ്റ്റൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താ പറയുന്നത്? ഒരു സെയിം കോമ്പൗണ്ട് NaCl അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൻ്റെ അകത്ത് സെയിം എലമെന്റ് കമ്പൈൻ ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. അപ്പം സെയിം കോമ്പൗണ്ടിൻ്റെ അകത്ത് സെയിം എലമെന്റ് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ മാസുകൾ തമ്മിൽ എങ്ങനെയാണ്? ഫിക്സഡ് പ്രൊപ്പോർഷൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു NaCl ഇങ്ങനെ മൂന്ന് വിധത്തിലുണ്ടാവും. അപ്പോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ NaClന്റെ മാസ് 23:35.5 തന്നെയായിരിക്കും. അത് എങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലും അത് തന്നെയാണ് 35.46. ദാറ്റ് മീൻസ് 35.5. ഓക്കെ, ഇതാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പം സെയിം കോമ്പൗണ്ട് ഓൾവേസ് കൺസിസ്റ്റ് ഓഫ് സെയിം എലമെന്റ്സ് കമ്പൈൻഡ് ഇൻ എ ഫിക്സഡ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ഇപ്പം NaCl സീ വാട്ടർ ഉണ്ടായാലും സോഡിയം ഹൈഡ്രോക്സൈഡും HClഉം റിയാക്ട് ചെയ്ത് ഉണ്ടായിക്കഴിഞ്ഞാലും സോഡിയവും ക്ലോറിനും റിയാക്ട് ചെയ്ത് ഉണ്ടായിക്കഴിഞ്ഞാലും അവരിലെ സോഡിയത്തിൻ്റെയും ക്ലോറിൻ്റെയും മാസ് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 23:35.5 തന്നെയായിരിക്കും. അതിലൊരു മാറ്റവും ഇല്ല. നമ്മൾ അടുത്തതായി ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻ ഓർ ഡെഫിനിറ്റ് പ്രൊപ്പോർഷനുമായി ബന്ധപ്പെട്ടൊരു പ്രോബ്ലം ചെയ്യാനാണ് പോകുന്നത്. ദ മാസ് ഓഫ് കോപ്പർ ഓക്സൈഡ് ആണ്, കോപ്പർ ഓക്സൈഡ് obtained by
2.16 gram of metallic copper with nitric acid formed to be 2.7 gram. In another experiment, 1.15 gram of copper oxide on reduction yield means ലഭിക്കുക 0.92 gram of copper shows that these data illustrate law of definite proportion. അപ്പം രണ്ട് കോപ്പർ ഓക്സൈഡുകളാണ്, രണ്ട് കോപ്പറിലും ഉള്ള ഓക്സിജന്റെയും കോപ്പറിന്റെയും മാസുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണ്? സിമ്പിൾ ഹോൾ നമ്പർ ആണെന്ന് നമ്മൾ പറയണം, ഒരുപോലെയാണെന്ന് പറയണം. എന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പോൾ ഒന്നാമത്തെ കേസ് നോക്കൂ. The mass of copper oxide obtained by 2.16 gram of copper nitric acidുമായി റിയാക്ട് ചെയ്തപ്പം എത്ര കിട്ടി? 2.7 gram ആരെ കിട്ടിയിട്ടുണ്ട്? കോപ്പർ ഓക്സൈഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് കേസ് ചെയ്യാം ആദ്യം. ഫസ്റ്റ് കേസ് ഇതിൻ്റെ അത് നോക്കൂ നിങ്ങൾ. കോപ്പറിൻ്റെയും ഓക്സിജൻ്റെയും മാസ് കിട്ടണം അല്ലേ? അതാണ് നമ്മൾ പ്രധാനം. അപ്പം മാസ് ഓഫ് കോപ്പർ ഈക്വൽ ടു ഒന്നാമത്തെ എത്രയാണ്? 2.16. മാസ് ഓഫ് കോപ്പർ ഓക്സൈഡ് ഈക്വൽ എത്രയാണ്? 2.7. അപ്പം കോപ്പർ 2.16 ആണ്, മാസ് ഓഫ് കോപ്പർ ഓക്സൈഡ് എത്രയാണ്? 2.7 ആണ്. അപ്പോൾ മാസ് ഓഫ് ഓക്സിജൻ എത്രയുണ്ടാവും? Mass of oxygen is equal to 2.7 minus 2.16 equal to എത്ര കിട്ടും? 0.54 gram കിട്ടും. അപ്പം നമുക്ക് ഈ കോപ്പർ ഓക്സൈഡിൻ്റെ വെയിറ്റിൻ്റെ അകത്ത്, അതായത് 2.7 gram ഓഫ് കോപ്പർ ഓക്സൈഡിൻ്റെ അകത്ത് എത്ര ഭാഗം കോപ്പറാണ്, എത്ര ഭാഗം ഓക്സിജൻ ആണ് നമുക്കറിയണം. അപ്പം പെർസെൻറ്റേജ് ഓഫ് കോപ്പർ ഈക്വൽ ടു, കോപ്പറിൻ്റെ പെർസെൻറ്റേജ് എങ്ങനെ ഇതിൻ്റെ അകത്ത് കാണുക? കോപ്പറിൻ്റെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വെയിറ്റ് 2.16 ഡിവൈഡ് ബൈ 2.7 ഇൻറ്റു 100 ഈക്വൽ ടു, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 80% കിട്ടും. എത്ര കിട്ടുക? 80%. രണ്ടാമത്തത് പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു, ഓക്സിജൻ്റെ വെയിറ്റ് എത്രയാ? 0.54 ഡിവൈഡഡ് ബൈ 2.7 ഇൻറ്റു 100, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 20% കിട്ടും. അപ്പം ഒന്നാമത്തെ കോപ്പർ ഓക്സൈഡ് 2.7 gram ഓഫ് കോപ്പർ ഓക്സൈഡിൻ്റെ അകത്ത് കോപ്പറിൻ്റെ പെർസെൻറ്റേജ് 80 ആണ്, മറ്റ് ഓക്സിജൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 20 ആണ്. അപ്പം രണ്ടാമത്തെ കോപ്പർ ഓക്സൈഡിൻ്റെ അകത്തും ഇവരുടെ മാസ് ഇതേ റേഷ്യോയിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് പറയാം അവരെന്തോ ഒബേ ചെയ്യുന്നുണ്ട്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അപ്പം രണ്ടാമത്തേൽ കോപ്പറിൻ്റെ മാസ് 0.92 ആണ്, കോപ്പർ ഓക്സൈഡിൻ്റെ മാസ് എത്രയാണ്? 1.15 ആണ്. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. സെക്കൻഡ് കേസ്, മാസ് ഓഫ് കോപ്പർ ഈക്വൽ ടു 0.92 gram. മാസ് ഓഫ് കോപ്പർ ഓക്സൈഡ് ഈക്വൽ ടു 1.15 gram. അപ്പം മാസ് ഓഫ് ഓക്സിജൻ എത്രയുണ്ടാവും? 1.15 മൈനസ് 0.92 ഈക്വൽ ടു ഏകദേശം എത്ര കിട്ടും? 0.23 gram. എത്രയാണ്? 0.23 gram. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവരുടെ പെർസെൻറ്റേജ് കണ്ടുവെക്കുക. പെർസെൻറ്റേജ് ഓഫ് ആരാണ്? കോപ്പർ ഈസ് ഈക്വൽ ടു, കോപ്പറിൻ്റെ പെർസെൻറ്റേജ് എത്ര വരിക? 0.92 ഡിവൈഡ് ബൈ 1.15 ഇൻറ്റു 100, ഇതും ചെയ്താൽ എത്രയും കിട്ടുക? അപ്രോക്സിമേറ്റ്ലി 80%. പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഈസ് ഈക്വൽ ടു 0.23 ഡിവൈഡ് ബൈ 1.15 ഇൻറ്റു 100 ഈക്വൽ എത്രയും കിട്ടുക? 20% തന്നെയാണ് കിട്ടുക. അപ്പം ഈ രണ്ട് സാമ്പിളിൻ്റെ അകത്തും കോപ്പറും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 80:20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4:1 ആണ് ഇവരുടെ മാസ് തമ്മിലുള്ള റേഷ്യോ. അപ്പം ഇവരെന്ത് ഒബേ ചെയ്യുന്നുണ്ട്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഓക്കെ, നമുക്ക് അടുത്തൊരു പ്രോബ്ലം നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കണം. 0.8 gram and 1.5 gram, two sample of
ഓക്സൈഡ് ഓഫ് മെറ്റൽ ഓക്സൈഡിന്റെ വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. Found to contain 0.64 gram and 1.2 gram of metal representatively shows that these data illustrate law of definite proportion. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഒന്നാമത്തെ മെറ്റൽ ഓക്സൈഡ് 0.8 ഗ്രാം, അതിൻ്റെ അകത്തുള്ള മെറ്റൽ എത്രയാണ്? 0.64 ഗ്രാം. അപ്പം മാസ് ഓഫ് മെറ്റൽ ഓക്സൈഡ് 0.8, മാസ് ഓഫ് മെറ്റൽ 0.64, മാസ് ഓഫ് ഓക്സിജൻ കാണാം. നേരത്തെ കണ്ട പോലെ പെർസെൻറ്റേജ് കോമ്പിനേഷൻ കാണാം ഫസ്റ്റ് കേസ്. രണ്ടാമത്തെയും കാണാം. ഇവരിൻ്റെ അകത്തുള്ള റേഷ്യോസ് സെയിം ആണെങ്കിൽ, നമ്മൾ നേരത്തെ ചെയ്തില്ലേ അതുപോലെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അവർ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒന്ന് നോക്കൂ, നിങ്ങൾക്ക് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നേരത്തെ സോഡിയം ക്ലോറൈഡ് വെച്ചായിരുന്നു പറഞ്ഞത്, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് C+O2 gives CO2 ഇങ്ങനെ ഉണ്ടാവാം അല്ലേ? CO പ്ലസ് ഹാഫ് O2 gives എന്താണ്? CO2 ഉണ്ടാവാം. കാൽസ്യം കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്ത് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവാം. ഇങ്ങനെയൊക്കെ എന്തുണ്ടാവാം? ഇങ്ങനെയൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എലമെന്റുകൾ തമ്മിൽ നോക്കുമ്പോൾ 12:32. ഇവിടെ എത്രയാണ്? 12:32. ഇതിൻ്റെ അകത്തും 12:32 അല്ലേ? അപ്പം അവർ സിമ്പിൾ ഓൾ നമ്പർ റേഷ്യോയിലാണ്. സെയിം എലമെന്റ്, അവരുടെ മാസുകൾ തമ്മിൽ സിമ്പിൾ ഓൾ നമ്പർ റേഷ്യോയിൽ ആണ്. അപ്പോൾ ഇതാണ് ലോ ഓഫ് ആരുമായി ബന്ധപ്പെട്ട്? ഡെഫിനിറ്റ് പ്രപ്പോർഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ രണ്ട് പ്രോബ്ലം ചെയ്തു. മൂന്നാമത്തെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ജോൺ ഡാൾട്ടൺ ആണ് ഏത് ലോ കൊണ്ടുവന്നിരിക്കുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. നോക്കൂ, എന്താണ് പറയുന്നത്? രണ്ട് എലമെന്റുകൾ കമ്പൈൻ ചെയ്ത് രണ്ടോ അതിലധികമോ കോമ്പൗണ്ടുകൾ ഉണ്ടാവാം. ഇപ്പൊ നോക്കുക, കാർബണും ഓക്സിജനും കൂടെ ചേർന്ന് കാർബൺ മോണോക്സൈഡും ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തുണ്ടാവാം? കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവാം. അപ്പൊ നോക്കൂ, കാർബൺ മോണോക്സൈഡ് ആവുമ്പോൾ 12 ഗ്രാം കാർബൺ കമ്പൈൻ ചെയ്യുന്നത് ആരുമായിട്ടാണ്? 16 ഗ്രാം ഓഫ് ഓക്സിജൻ. C+O2 gives CO. കാർബൺ ഡൈ ഓക്സൈഡ് ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 12 ഗ്രാം കാർബൺ ആരുമായി കൂടിച്ചേരുന്നു? 32 ഗ്രാം ഓക്സിജനുമായി കൂടിച്ചേരുന്നു. 12 ഗ്രാം കാർബൺ കമ്പൈൻ വിത്ത് 32 ഗ്രാം ഓഫ് ഓക്സിജൻ. അപ്പൊ നോക്കൂ, ഇവിടെ കാർബണിന്റെ മാസ് ഫിക്സഡ് ആണ്. ഫിക്സഡ് മാസ് ഓഫ് കാർബൺ കമ്പൈൻ വിത്ത് ഓക്സിജൻ. ഈ ഓക്സിജന്റെ മാസ് 36ഉം അതുപോലെ തന്നെ ആരാണ്? 32ഉം 16ഉമാണ്. അത് തമ്മിൽ എന്താണ്? സിമ്പിൾ ഓൾ നമ്പർ റേഷ്യോ 16:32 എത്രയാ? 1:2. ഇപ്പൊ എന്താ പറയുന്നത്? ഈ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താ പറയുന്നത്? 2 elements combine to form 2 or more compound or more than one compound. The different mass of one of the element which combine with the fixed mass of other element bear a simple all number ratio. അപ്പോൾ ഡിഫറെന്റ് മാസ് ഓഫ് ഓക്സിജൻ കമ്പൈൻ ചെയ്യുന്നു ഫിക്സഡ് മാസ് ഓഫ് കാർബണുമായി. അപ്പോൾ കമ്പൈൻ ചെയ്യുന്ന ഓക്സിജന്റെ മാസ് എങ്ങനെയാണ്? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണ്. ഇതാണ് എന്ത് ലോ പറയുന്നത്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അടുത്ത ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലത്തിലേക്ക് കടക്കണം. അപ്പോൾ എന്തായിരുന്നു ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രണ്ട് എലമെന്റുകൾ കൂടി ചേർന്ന് മോർ ദാൻ വൺ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാം. അപ്പോൾ ഫിക്സഡ് മാസ് ഓഫ് എലമെന്റുമായി കമ്പയർ ചെയ്യുന്ന അതർ എലമെന്റ് അവരുടെ മാസുകൾ സിമ്പിൾ ഓൾ നമ്പർ റേഷ്യോയിൽ. നമ്മൾ സിമ്പിളായി പറഞ്ഞാണ് കാർബണും മോണോക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നമുക്ക് നോക്കാം. ഹൈഡ്രജൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ ടു ഫോം water and hydrogen peroxide H2O2 shows that these data illustrate law of multiple proportion. അപ്പോൾ നമുക്ക് നോക്കാം. H2 plus half O2 gives H2O ആണല്ലോ പറഞ്ഞിരിക്കുന്നത്. H2 plus half O2 gives എന്താണ്? H2. ഇവിടെ ഹൈഡ്രജൻ എത്രയാണ്? 2 ഗ്രാം ആണ്. ഇവിടെ ഓക്സിജൻ എത്രയാണ്? ഹാഫ് O2 എന്ന് പറയുമ്പോൾ 16 ഗ്രാം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള മാസിന്റെ റേഷ്യോ എത്രയാണ്? 2:16 ആണ്. എത്രയാണ്? 2:16. അപ്പം ഹൈഡ്രജൻ പെറോക്സൈഡ് H2 plus O2 gives എന്താണ്? H2O2. ഇവിടെ 2 ഗ്രാം ആണ്. ഇവിടെ എത്രയാണ്? O2 എന്ന് പറയുമ്പോൾ 32 ഗ്രാം ആണ്. ഇവിടെ റേഷ്യോ എത്രയാണ്? 2:32. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ ഹൈഡ്രജന്റെ വെയിറ്റ് രണ്ടിടത്തിലും ഫിക്സഡ് ആണ്.
ഫിക്സഡ് വെയിറ്റ് ഓഫ് വൺ എലമെന്റുമായി കമ്പൈൻ ചെയ്യുന്ന അതർ എലമെന്റുകളുടെ മാസ് സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണ്. ഇവിടെ ഓക്സിജൻ ആണല്ലോ കമ്പൈൻ ചെയ്യുന്നത്. ഓക്സിജന്റെ മാസ് ഏതാണ് റേഷ്യോ? 3:32 എന്ന് പറഞ്ഞാൽ 1:2. അപ്പം ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്ന് ഹൈഡ്രജൻ വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും ഉണ്ടാവുന്ന റിയാക്ഷൻ അല്ലെങ്കിൽ ഡേറ്റാസ് എന്താണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഒബേ ചെയ്യുന്നതാണ്. നാലാമത്തെ ലോ ആണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. ഗ്യാഷ്യസ് റിയാക്ടന്റ് കമ്പൈൻ ചെയ്ത് ഗ്യാഷ്യസ് പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ റിയാക്ടന്റും പ്രൊഡക്റ്റും ഗ്യാഷ്യസ് റിയാക്ടന്റും ഗ്യാഷ്യസ് പ്രൊഡക്റ്റും തമ്മിൽ എന്താണ്? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. നോക്കൂ, 1 ലിറ്റർ ഓഫ് ഹൈഡ്രജൻ 1 ലിറ്റർ ഓഫ് ക്ലോറിനുമായി റിയാക്ട് ചെയ്ത് 2 ലിറ്റർ ഓഫ് HCl ഉണ്ടാവുന്നു. അപ്പം ഹൈഡ്രജനും ക്ലോറിനും HCl ഒക്കെ ഗ്യാസ് ആണ്. അവർ തമ്മിലുള്ള റേഷ്യോ എത്രയാ? 1:1:2. ഇതാണ് എന്ത്? ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. ഗേ-ലുസാക്സ് ലോ നമ്മൾ പറഞ്ഞില്ലേ, ഗ്യാഷ്യസ് റിയാക്ടന്റുകൾ കൂടി ചേർന്ന് ഗ്യാഷ്യസ് പ്രൊഡക്റ്റായി മാറുമ്പോൾ അവരുടെ വോളിയം തമ്മിൽ എന്താണ്? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അത് നിങ്ങളോട് പറഞ്ഞ ഇങ്ങനെ H2 + Cl2 gives ആരാണ്? 2HCl. ഇത് 1 ലിറ്റർ ആണ്. ക്ലോറിനും 1 ലിറ്റർ ആണ്. ഇത് 2 ലിറ്റർ HCl ഉണ്ടായെങ്കിൽ 1:1:2. ഇങ്ങനെ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിൽ ആയിരിക്കും ഇവരുണ്ടാകുക. ഇതാണ് ഗേ-ലുസാക്സ് ലോ ഓഫ് ഗ്യാഷ്യസ് വോളിയം. നോക്കൂ, അവഗാഡ്രോസ് ലോ. അവഗാഡ്രോസ് ലോ എന്ന് പറഞ്ഞാൽ ആരാണ്? അവഗാഡ്രോ തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പൊ എന്താ? സിമിലർ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഈക്വൽ വോളിയം ഓഫ് ഗ്യാസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾ. നോക്കൂ, അവഗാഡ്രോസ് ലോ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു. അവഗാഡ്രോസ് ലോ അവർ പറയുന്ന ഈക്വൽ വോളിയം ഓഫ് ഗ്യാസ് കണ്ടെയ്ൻ അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ്. നോക്കൂ, നമുക്കറിയാം 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 22.4 ലിറ്റർ ആണ്. 22.4 ലിറ്റർ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ആണ്. ഇത് നമ്മൾ പഠിച്ചാണ് ചെറിയ ക്ലാസ്സിൽ. അത് അതേപോലെ അതേ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 22.4 ലിറ്റർ ഓഫ് ആരാണ്? CO2 എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് ആരുണ്ടാവും? 6.02 × 10⁻23 അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടാവും. അപ്പോൾ ഈക്വൽ വോളിയം ഓഫ് ഗ്യാസ് അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഷുഡ് കണ്ടെയ്ൻ ഈക്വൽ നമ്പർ ഓഫ് മോൾസ് ഓർ മോളിക്യൂൾസ്. അതാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, നോക്കൂ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയാണ്. ആറ്റം എന്നുള്ള വാക്ക്, അറ്റോമോസ് എന്നുള്ള വാക്കിൻ്റെ അകത്ത് എന്താണ്? ഇൻഡിവിസിബിൾ എന്നുള്ള മീനിങ് ആണ് അതിനുള്ളത്. ഗ്രീക്ക് വേർഡാണ്. ആറ്റം എന്നുള്ള വാക്ക് ആദ്യമായി കൊണ്ടുവരുന്നത് ഡാൾട്ടനാണ്. ഡാൾട്ടന്റെ അറ്റോമിക് തിയറിയുടെ എന്തൊക്കെയാ പറയുന്നത്? മാറ്റർ ഈസ് മേഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ കോൾഡ് ആറ്റം. മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റം കൊണ്ടാണ്. പിന്നെ ഇവർ പറയാണ് ആറ്റം നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ആറ്റത്തിനെ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് ഡിസ്ട്രോയ് ചെയ്യാനോ സാധിക്കുന്നില്ല. പിന്നെ എന്താണ്? ആറ്റംസ് ഓഫ് സെയിം എലമെന്റ്, ഒരു എലമെന്റിന്റെ ആറ്റങ്ങളൊക്കെ ഒരേപോലെ പ്രോപ്പർട്ടീസും ഒരേ മാസും ആയിരിക്കും. ഡിഫറെന്റ് ആകുമ്പോൾ ഇപ്പോൾ ഹൈഡ്രജന്റെ ആറ്റങ്ങൾക്കെല്ലാം ഒരേ പ്രോപ്പർട്ടിയും ഒരേ മാസമാണ്. ഓക്സിജന്റെയും ഹൈഡ്രജന്റെ എടുക്കുമ്പോൾ ഡിഫറെന്റ് ആണ്. ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാവും, മോളിക്യൂൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കൂടിച്ചേരുന്ന സമയത്ത് അവരുടെ മാസുകൾ തമ്മിൽ എന്തായിരിക്കണം? സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിൽ ആയിരിക്കണം.